ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഒരു ടിക്കറ്റ് പോലും ആർക്കും അടിക്കുന്നതായിട്ട് കേൾക്കത്തില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഞാൻ ചതിയാ. എനിക്ക് നഷ്ടം വന്നത് ഞാനിപ്പം ബ്ലേഡിൽ നിന്നൊക്കെ പലിശയ്ക്ക് എടുത്ത് ഈ കട നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഈ സർക്കാർ കയറിയിട്ട് നമുക്ക് ലോട്ടറിക്കാർക്ക് ഒരു പ്രയോജനമായിട്ട് തോന്നുന്നില്ല. സാധാരണയായി ഈ സമയത്താണ് ലോട്ടറി വിൽക്കാറ്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാനിപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. 15 വർഷമായിട്ട് ലോട്ടറി കച്ചവടം ജീവിച്ചിട്ടുണ്ടായി. 150, 250 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ 60 ടിക്കറ്റാണ് വിൽക്കുന്നത്. ഈ 60 ടിക്കറ്റ് പോലും വിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പ്രൈസ് കിട്ടുന്നില്ല, എടുക്കുന്നവർ ടിക്കറ്റ് എടുക്കുന്നില്ല, അവർ ചീത്ത കളിക്കുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. 60 ടിക്കറ്റ് ആകെ വിൽക്കുന്നത്, അതുപോലും ഇപ്പം നടക്കുന്നില്ല. അപ്പൊ ബാക്കി വരുന്ന ടിക്കറ്റിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. പിന്നെ പലരോടും അദ്ദേഹം പറഞ്ഞ പോലെ വായ്പ വാങ്ങിച്ചും അവിടുന്ന് ഓരോരുത്തരും സഹായിച്ചാൽ പിന്നെ 60 ടിക്കറ്റ് എടുക്കണം. ഈ 60 ടിക്കറ്റ് ശരാശരി 350 രൂപ കിട്ടുള്ളൂ. ഈ 350 രൂപ കൊണ്ടൊരു വീട് കഴിഞ്ഞു പോകാൻ വലിയ പാടാണ്. ഒരു ദിവസമാണോ 350 രൂപ കിട്ടുക? ഞാൻ വിൽക്കുന്ന ടിക്കറ്റിന്റെ കമ്മീഷൻ, അത് പ്രൈസ് അടിച്ചാൽ മാത്രമേ എനിക്ക് പ്രയോജനമുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ. അതുപോലെ എന്നെ പോലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇതുകൊണ്ട് ജീവിക്കുന്നത്. അസുഖമുള്ള ഞാനൊക്കെ അസുഖമുള്ള ആളാണ്. വെരിക്കോസ് വെയിന്, അതുപോലെ ഷുഗർ, ഒത്തിരി അസുഖമുള്ള ആളാണ്. ദൈനംദിനം നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനെന്തെങ്കിലുമൊക്കെ സർക്കാർ ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും എന്ന് ഒരു അപേക്ഷ. ലോട്ടറി എടുത്തിരുന്ന കാര്യമില്ല, പൈസ അടിക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല. ഇവര് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുക. അവർ കാശുണ്ടാക്കണം. ജനങ്ങളെ മുഴുവൻ പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. ലോട്ടറി ഒന്നും അടിക്കുന്നില്ല, ഒരു പ്രൈസും കൊടുക്കുന്നില്ല. അവർ നിസ്സാരമായിട്ടുള്ള പൈസ കൊടുക്കുന്നത്. ഈ കോടി ബെമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈസ് അടിപ്പിക്കും. ബാക്കി കോടികളൊന്നും എവിടെ പോകണം ആർക്കറിയത്തില്ല. ഈ കോടികളൊക്കെ എവിടെ പോകുന്നത്? എത്ര കോടിയാണ് ടിക്കറ്റ് വിൽക്കുന്നുണ്ട്? ഒരു ടിക്കറ്റ് പോലും ആർക്കും അടിക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് മുഴുവൻ ചതിയാ, ചൂതാട്ടാണ്, ഞങ്ങളെ പറ്റിക്കും. ചേട്ടാ, ഇത്രയും സമയമായിട്ട് എത്ര ടിക്കറ്റുകളാണ് വിൽക്കപ്പെട്ടത്? സാധാരണ എങ്ങനെയാണോ ഉണ്ടാവാറുള്ളത്? സാധാരണ എങ്ങനെയൊന്നുമല്ല ഉണ്ടാവാറുള്ളത്. സാധാരണ ഈ സമയമാകുമ്പോൾ ഈ തട്ടയിലെ ടിക്കറ്റ് പൂർണ്ണമായിട്ട് വിറ്റ് തീരണം. ഇപ്പോഴത്തെ നറുക്കെടുപ്പ് രീതിയും ഇപ്പോഴത്തെ പ്രൈസ് ഇല്ലായ്മ എല്ലാം കൊണ്ടാണ് ഈ ടിക്കറ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. ഞങ്ങൾ ഡെയിലി 10, 1000, 2000, 3000 രൂപയൊക്കെ ടിക്കറ്റ് മിച്ചം വന്ന് നഷ്ടം വന്ന് ആണ് ഇപ്പോൾ 2-3 മാസമായിട്ട് കച്ചവടം നടത്തി പോകുന്നത്. അപ്പൊ ഈ ബാക്കി വരുന്ന ടിക്കറ്റുകളൊക്കെ വലിയ നഷ്ടമല്ലേ ഉണ്ടാക്കുന്നത്? ബാക്കി വരുന്ന ടിക്കറ്റുകളുടെ നഷ്ടത്തിന് ഒത്തിരി നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കടം മേടിച്ചൊക്കെയാണ് ടിക്കറ്റ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് നറുക്കെടുപ്പ് രീതി തന്നെ മാറ്റണം. നറുക്കെടുപ്പ് അവിടെ കാട്ടിക്കൂട്ടി വെക്കുന്നതെല്ലാം സുതാര്യമാണെന്നും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ടി വിക്കകത്ത് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടി വിക്കകത്ത് കാണിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങൾ വളരെ പുറത്തു പറയാൻ മേലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നറുക്കെടുപ്പ് രീതി തന്നെ മാറ്റണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 350 ടിക്കറ്റ് ശരാശരി ഡെയിലി ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരുന്നതാണ്. ആ വിറ്റുകൊണ്ടിരുന്ന ടിക്കറ്റിനകത്താണ് ഇത്രയും ടിക്കറ്റ് ഓരോ ദിവസവും മിച്ചം വന്ന് ആയിരക്കണക്കിന് രൂപയാണ് എനിക്ക് പോയത്. എനിക്ക് നഷ്ടം വന്നത് ഞാനിപ്പം ബ്ലേഡിൽ നിന്നൊക്കെ പലിശയ്ക്ക് എടുത്ത് ഈ കട നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. 25 വർഷത്തിന് മുകളിലായി ലോട്ടറി കച്ചവടം നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈസ് നമ്മൾ കൊടുക്കുന്നില്ല. 2 വർഷമായിട്ട് പ്രൈസ് ഞങ്ങൾക്കും ഇല്ല, ആളുകൾക്ക് വാങ്ങിക്കുന്നവർക്ക് അത് കിട്ടുന്നില്ല. അതുകൊണ്ട് പൊതുവെ കച്ചവടം കുറവാണ്. അത് മാത്രമല്ല, ഈ വിൽക്കുന്ന ആൾക്കാർക്ക് അതിലൊരു നഷ്ടം വരുന്നുണ്ട്. ഇങ്ങനെ വിൽപ്പന കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒത്തിരി കുറവുണ്ടല്ലോ. കഴിഞ്ഞ 7, 10 ഒക്കെ സെയിം എടുക്കുന്നവർക്ക് ഇപ്പോൾ 1, 2 മാത്രമേ ടിക്കറ്റ് എടുക്കുള്ളൂ. ഞാൻ നല്ല സെയിലാണ്. ഞാൻ 10, 120, 150 ടിക്കറ്റൊക്കെ വിൽക്കുന്നത്. അപ്പം വന്ന് ഇപ്പോൾ 60 ടിക്കറ്റിലേക്കൊക്കെ ആവും. 60 ടിക്കറ്റൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്ന ഏജൻറ്റ് ഞാൻ പറയുന്ന നിലയ്ക്ക് ഈ 5000 പ്രൈസൊക്കെ വെറും 19 ഉള്ളൂ. അത് പോരാ, 5000 പ്രൈസ് വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത്. ഇതിന് ഫസ്റ്റ് പ്രൈസ് വേണം, അത് കുറച്ച് ഡിവൈഡ് ആക്കിയോ. എന്നാലും കൂടെ അങ്ങനെയാണെങ്കിൽ ഏജൻറ്റുമാർക്ക് ഞങ്ങൾക്ക് കൂടെയുണ്ട് ആളുകൾക്ക് എടുക്കാൻ ടിക്കറ്റ് കച്ചവടം കൂടും. അത് ഈ സർക്കാരാണെങ്കിൽ ഈ സർക്കാർ ബഡ്ജറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറയുന്നത്, ഈ സർക്കാർ കയറിയിട്ട് നമുക്ക് ലോട്ടറിക്കാർക്ക് ഒരു പ്രയോജനമായിട്ട് തോന്നുന്നില്ല. ഇനി അവർ ഞങ്ങൾക്ക് ലോട്ടറി എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലേ നമുക്കത് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതിന് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സർക്കാർ കയറിയിട്ട് അവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇനി വരുന്ന നിലപാട് ചിലപ്പോൾ അവർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമെന്ന് വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും നല്ലതായിരുന്നു. 5000 ചെറിയ സമ്മാനങ്ങൾ കൂട്ടിക്കൊണ്ട് ഫസ്റ്റ് പ്രൈസ് ഡിവൈഡ് 1 കോടിയൊക്കെ വേണം 2-3 പേർക്കായാലും കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ലത്. ഇത് ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടാൻ കൊല്ലം പോകുന്നില്ല. അത് നമ്മൾ അന്വേഷിക്കും. ഞങ്ങൾക്ക് ഈ വാർത്തയിൽ 5000 ചെറിയ പ്രൈസൊക്കെ വർദ്ധിക്കും. അപ്പോൾ ആളുകൾ എടുക്കുകയും ചെയ്യും. ലോട്ടറി കച്ചവടം ചെയ്യും, കൂടുതൽ മെച്ചപ്പെടും. ഞങ്ങളെ പോലെ അനുഗ്രഹം.
അത് മാത്രമല്ല ഇപ്പൊ എന്താ പ്രൈസ് അടിക്കുന്നത് വളരെ കുറവാണ്. വളരെ കുറവാണ്. അത് തന്നെ പ്രൈസ് അടിക്കുന്നത് തീരെ കുറവ്. ഓരോരുത്തർ ലോട്ടറി ചെയ്യുന്നവരൊക്കെ അറിഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രൈസ് അടിക്കുന്ന പ്രൈസ് ഒരു എത്രയോ പേര് പരാതി പറയുന്ന പ്രൈസ് ഇല്ലെന്നുള്ളതിന് ഒരേപോലെ പറയുന്നു. അപ്പോൾ 5000 ഒക്കെ വെച്ച് 5-6 മാസമൊക്കെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. വർഷങ്ങൾക്ക് പോയി ഇപ്പോൾ എല്ലാം മാറി. പ്രൈസ് കൊടുക്കുന്നില്ല. വാങ്ങുന്ന ആളുകളുടെ വാങ്ങുന്ന ഒത്തിരി കാര്യമായിട്ടുണ്ട്. വാങ്ങുന്നില്ല ആളുകൾ. സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാർ പോലും മടുപ്പാ. സ്ഥിരമായിട്ട് മടി. അവരൊക്കെ ഇപ്പോൾ ഒരു ടിക്കറ്റൊക്കെ എടുക്കും. നമ്മൾ സ്ഥിരം ആളുകൾക്ക് എടുക്കുന്നവരല്ലേ, നമ്മൾ സ്ഥിര ആളുകളല്ലേ, അവർ തന്നെ മടുപ്പാണ്. എന്നോടൊക്കെ 5-6 ടിക്കറ്റ് 7 ഒക്കെ എടുക്കുന്നു. ഇപ്പോൾ 1-2 കുറച്ചിരിക്കുക. ഞാൻ എടുക്കാറില്ല. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രക്ഷപ്പെടുക ടിക്കറ്റ് ലോട്ടറി പ്രൈസ് വർദ്ധിക്കും. ഞങ്ങളിപ്പോൾ ഏജന്റുമാർ കഴിഞ്ഞാൽ എടുക്കുന്നവർക്കും അതിൻ്റെ ഗുണമുണ്ട്. അതാണ് പ്രൈസ് കൂടി ടിക്കറ്റ് വർദ്ധിപ്പിച്ചാലും കഴിഞ്ഞ പ്രൈസ് കൂട്ടിക്കൊണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രൈസ് ഇല്ല, ഇത് വിൽക്കാൻ പോകുന്നത് ചീത്ത വിളിക്കുന്നത്, അതൊക്കെ ചീത്ത വിളി ദിവസവും കേൾക്കണം. ഇത് പ്രൈസാണ് ഇല്ല, ആൾക്കാർക്ക് വിറ്റതൊന്നും കിട്ടുന്നില്ല. കൊണ്ട് നടക്കുന്നവരെല്ലാവരും തെരുവ് വിളിക്കുക. പിന്നെ ഇത് കുറച്ച് സർക്കാർ എന്തെങ്കിലും മുമ്പോട്ടുള്ള പണികൾ നോക്കുകയാണ്, அதாയിരിக்கும் நல்லது. ഈ തെറിയായിട്ട് ഞങ്ങൾ இப்போ ப்ரைஸ் எல்லாம் ரொம்ப கம்மியாக தானே இருக்கு. ஸோ அதை பற்றி அண்ட் இப்போ சேல்ஸாக இருந்தால் கூட கம்மியாக தான் வருது. அதை பற்றி அண்ட் இப்போ கொஞ்ச நாளுக்கு முன்னாலே இந்த மாதிரி ஃபேக்காக இது வருது நல்லா நியூஸ் எல்லாம் வந்திருந்தது. ஸோ அதை பற்றி அந்த அப்போது எப்படி இது மாறணுமா, இந்த ஸ்ட்ரக்சர் மாறணுமா, இனி ஒரு வேளை அப்படி மாறணும்னு நீங்கள் நினைக்கிறேன்னா அது எப்படி இருக்கணும் அந்த மாதிரி எல்லாம். കേരള സ്റ്റേറ്റ് ലോട്ടറി ഇപ്പോഴത്തെ വില 50 രൂപയാണ്. 50 രൂപ കൊണ്ട് പൊതുജനങ്ങൾക്ക് 50 രൂപയ്ക്ക് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ നിലവിൽ അവർക്ക് ശേഷം ശമ്പളം അവർക്ക് കുറച്ചേ കിട്ടുള്ളൂ. ആ ശമ്പളത്തനുസരിച്ച് റേറ്റ് ഒരു ടിക്കറ്റിന് വില 50 രൂപയാണ്. അപ്പോൾ 5 ടിക്കറ്റ് 10 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 5 രൂപ അവർ ശമ്പളത്തിൽ പോകും. പക്ഷേ വളരെ പ്രൈസും കുറവാണ്. പ്രൈസ് മൊത്തത്തിൽ വളരെ പ്രൈസ് കുറവ്. കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. 120 ടിക്കറ്റ് വിൽക്കുന്ന ഒരു കച്ചവടക്കാർക്ക് 700 രൂപയുടെ കിട്ടുന്നുണ്ട്. അവർക്ക് ഫുഡെല്ലാം പോയിട്ട് 10-3 രൂപയുടെ ഫുഡ് കഴിഞ്ഞാൽ 200 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് 10-20 ടിക്കറ്റ് മിച്ചം വന്നു കഴിഞ്ഞാൽ 500-1000 രൂപ പോകുന്നില്ല. അതിന് വലിയ ലാഭമൊന്നുമില്ല. 50 രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ട് അവർ കിട്ടുന്നത് 6 രൂപ 50 പൈസ അങ്ങനെ കുറച്ച് ലാഭം കിട്ടുന്നത് ടിക്കറ്റിന് വില. അവർ കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പ്രൈസ് വളരെ മടുപ്പാണ്. നമുക്ക് 1 കോടിയുടെ ആവശ്യമില്ലായിരുന്നു. 50 വില 50 രൂപയ്ക്കും പ്രൈസ് 25-30 ആക്കിയാലും പ്രൈസ് കുഴപ്പമില്ല. പ്രൈസിന് എണ്ണം കൂട്ടണം. എണ്ണം കൂട്ടുവാണെങ്കിൽ ഈ കച്ചവടം ഇങ്ങനെ മുന്നോട്ട് എടുത്ത് കൊണ്ടുപോകാൻ കടക്കാർക്ക് ബുദ്ധിമുട്ടില്ല, നടന്ന് വിൽപ്പനക്കാർക്ക് ബുദ്ധിമുട്ടില്ല, ജനങ്ങളും ബുദ്ധിമുട്ടല്ലാതെ. അപ്പം ഇതിപ്പോൾ പുതിയ രാഷ്ട്രീയം വന്നു കഴിഞ്ഞിട്ട് ഇതിന് ഈ പുതിയ സർക്കാർ അടുത്ത ബഡ്ജറ്റിൽ നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടി ലോട്ടറി പാവപ്പെട്ട കച്ചവടക്കാർ ഒത്തിരി പേരുണ്ട്. സാധാരണ നിലയിൽ വിൽക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാർ വേറെ പണിക്ക് പോകാതെ ഈ പണി ചെയ്ത് 50 ടിക്കറ്റ് വിറ്റാലും 10 ടിക്കറ്റ് വിറ്റുകൊണ്ട് ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ലോട്ടറിയിൽ പുതിയ മാറ്റം കൊണ്ടുവന്ന് സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുന്നു.